ഹായ് വെൽക്കം ടു erichututoring.com. ഇന്ന് നമ്മൾ ഫിസിക്സ് ലാബ് ചാപ്റ്റർ 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലെ പാർട്ട് 2ലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദ ഫോർമുല ടു കാൽക്കുലേറ്റ് ദി ആംഗുലർ സൈസ് ആൽഫ ഓഫ് ദ പ്ലാനറ്റ്? ഇവിടെ നോക്കുക, ഇതൊരു പ്ലാനറ്റാണ്. ബ്ലാക്ക് എലിപ്സിൽ ബ്ലൂ കളറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഭൂമിയാണ്. ഈ പ്ലാനറ്റിൻ്റെ ഡയമീറ്ററാണ് സ്മോൾ ഡി. ഈ ഡയമീറ്ററിൻ്റെ രണ്ട് അറ്റങ്ങളിൽ നിന്നും എർത്തിൻ്റെ ഒരു പോയിന്റിലേക്ക് ഒരു ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. ഈ പ്ലാനറ്റും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ദൂരെയാണ്. പ്ലാനറ്റ് ഭൂമിയിൽ നിന്ന് വളരെ ദൂരെയാണ്. അതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി ആണ്. ഇത് വളരെ ദൂരെയാണ്. ഇവിടെയും അതേമാതിരി ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി ആണ്. ഓൾമോസ്റ്റ് സെയിം ആണത്. ഈ ആർക്ക് ലെങ്ത് ഇതിപ്പോൾ ഒരു സർക്കിളായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇതൊരു വലിയൊരു സർക്കിളായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇതുപോലെ ഒരു സർക്കിളായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ ഒരു ആർക്കാണ് ഇതായിട്ട് വരിക. ഇതുപോലെ ഒരു സർക്കിൾ കൺസിഡർ ചെയ്താൽ സർക്കിളിൻ്റെ ഒരു ആർക്കാണത്. ഈ ആർക്ക് ലെങ്ത്തും ഈ ഡയമീറ്ററും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അതാണ് സ്മോൾ ഡി. നമ്മൾ മാത്തമാറ്റിക്സിൽ നിന്ന് ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ആർക്ക് ലെങ്ത് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു തീറ്റ. അതായത് ഇതാണ് ആർക്ക് ലെങ്ത്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതാണ് റേഡിയസ് വരിക. ഇത് വലിയൊരു സർക്കിൾ ആണെങ്കിൽ ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ഡി. തീറ്റ എന്ന് പറയുന്നത് ഇവിടെ സെൻറ്ററിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ. ഇത് നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന ഫോർമുലയാണ്. ഈ ഫോർമുലയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ആർക്ക് ലെങ്ത്തിൻ്റെ എത്രയാണ്? ആർക്ക് ലെങ്ത്തും ഡയമീറ്ററും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അതുകൊണ്ട് ആർക്ക് ലെങ്ത്തിൻ്റെ പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സ്മോൾ ഡി ഈക്വൽ ടു റേഡിയസ്. ഇവിടെ സർക്കിൾ, ഇത് വലിയൊരു സർക്കിളായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് റേഡിയസ്, ക്യാപിറ്റൽ ഡി ആണ് റേഡിയസ്. അപ്പോൾ റേഡിയസിൻ്റെ സ്ഥലത്ത് നമ്മൾ ക്യാപിറ്റൽ ഡിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ തീറ്റ എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ, ഇത് വലിയൊരു സർക്കിളായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പോയിൻ്റാണ് സെൻറ്റർ. അപ്പോൾ സെൻറ്ററിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളായിരിക്കും തീറ്റ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ തീറ്റേൻ്റെ പകരം ഇവിടെ എന്താണുള്ളത്? ഈ പ്രോബ്ലത്തിൽ ആൽഫയാണ്. അപ്പോൾ ആൽഫ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നു സ്മോൾ ഡി ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ഇൻറ്റു ആൽഫ. ഇതിൽ നമുക്ക് ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും. ആൽഫ ഈക്വൽ ടു സ്മോൾ ഡി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി. ഈ ആൽഫ എന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗുലാർ സൈസ് ആൽഫ എന്ന് പറയുന്നത്. ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ദ ഡയമീറ്റർ ഓഫ് ദ പ്ലാനറ്റ് അറ്റ് ദി എർത്ത്. ഡയമീറ്റർ ഓഫ് ദ പ്ലാനറ്റ് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ഓൺ ദി എർത്ത്. ആൽഫ, അതാണ് ആൽഫ. ദ ആൽഫ ക്യാൻ ബി മെഷേർഡ് ഫ്രം ദ എർത്ത്. ഈ ആൽഫ നമുക്ക് ഭൂമിയിൽ നിന്നൊരു പോയിന്റിൽ നിന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സ്മോൾ ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ പ്ലാനറ്റ്. ക്യാപിറ്റൽ ഡി ഈസ് ദ distance of the planet from the earth. Next, calculate the angle of 1 degree, 1 minute, 1 seconds. ഇതിനൊക്കെ നമുക്ക് റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാൽക്കുലേറ്റ് ദി ഫസ്റ്റ് നമുക്ക് എ പാർട്ട് നോക്കാം. കാൽക്കുലേറ്റ് ദി ആംഗിൾ ഓഫ് 1 ഡിഗ്രി. നമുക്കറിയാം 360 ഡിഗ്രീസ് ഈക്വൽ ടു 2π റേഡിയൻസ്. ഇത് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് അറിയുന്ന കാര്യമാണ്. 360 ഡിഗ്രീസ് ഈക്വൽ ടു 2π റേഡിയൻസ്. അപ്പോൾ 1 ഡിഗ്രി എത്രയായിരിക്കും? 1 ഡിഗ്രി ഈക്വൽ ടു 2π റേഡിയൻസ് ഡിവൈഡഡ് ബൈ 360. ഇതിനെ നമ്മൾ 2ഉം 360യും ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് π/180 റേഡിയൻസ്. പൈൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3.14. പൈൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 3.14 ഡിവൈഡഡ് ബൈ 180 റേഡിയൻസ്. ഇത് നമ്മൾക്ക് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് 1.745 ഇൻറ്റു 10⁻⁻² റേഡിയൻസ്. ഇവിടെ യൂണിറ്റ് റേഡിയൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? നമ്മൾ 1 ഡിഗ്രീനെ ഇത്ര റേഡിയൻസിലേക്കാക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ പ്രോബ്ലം പറയുന്നത് 1 ഡിഗ്രീനെ റേഡിയൻസിലേക്കാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ 1 ഡിഗ്രീനെ നമ്മളിവിടെ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1.745 ഇൻറ്റു 10⁻⁻² റേഡിയൻസ്. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് ഡിനോട്ട് ചെയ്യും. നെക്സ്റ്റ്
ബി പാർട്ടിലേക്ക് കിടക്കാം. ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബി പാർട്ട് കാൽക്കുലേറ്റ് ദി ആംഗിൾ ഓഫ് 1 മിനിറ്റ്. ഈ 1 മിനിറ്റിനെ നമുക്ക് റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം നമുക്കറിയാം 1 ഡിഗ്രിയിൽ 60 മിനിറ്റ്സ് ആണ് ഉള്ളത്. 1 ഡിഗ്രിയിൽ 60 മിനിറ്റ്സ് ഉണ്ട്. അതിന് നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്യാം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന്, കഴിഞ്ഞ പാർട്ട് 1 നിന്ന് നമുക്ക് കിട്ടി, ഇക്വേഷൻ 1 നിന്ന് നമുക്ക് കിട്ടിയത് 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത്ര റേഡിയൻസ് ആണ്. 1.745 ഇൻറ്റു 10⁻⁻² റേഡിയൻസ്. ഇതിന് നമ്മൾ ഇക്വേഷൻ 3 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഇത് നോക്കുക, 2ഉം 3യും നോക്കുക. 1 ഡിഗ്രി 60 മിനിറ്റ്സ്, 1 ഡിഗ്രി എത്ര? അപ്പോൾ ഈ LHS രണ്ടിൻ്റെയും സെയിം ആണ്. RHS റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുക, 60 മിനിറ്റ്സും ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഫ്രം 2 and 3 60 മിനിറ്റ്സ് ഈക്വൽ ടു 1.745 ഇൻറ്റു 10⁻⁻² റേഡിയൻസ്. കാരണം ഇവിടെയും 1 ഡിഗ്രിയാണ്, ഇവിടെയും 1 ഡിഗ്രിയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ട് ഇക്വേഷൻ്റെയും സെയിം ആണ്. അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡും രണ്ട് ഇക്വേഷനും നമുക്ക് ഈക്വൽ ആക്കിയിട്ട് എഴുതാൻ പറ്റും. 60 മിനിറ്റ്സ് ഈക്വൽ ടു 1.745 ഇൻറ്റു 10⁻⁻² റേഡിയൻസ്. അപ്പോൾ 60 മിനിറ്റ്സ് എത്രയാണ്? അപ്പോൾ 1 മിനിറ്റ് എത്രയായിരിക്കും? ഇത്ര നമ്പർ 1.745 ഇൻറ്റു 10⁻⁻² ഡിവൈഡഡ് ബൈ 60 റേഡിയൻസ്. അതെത്ര കിട്ടും? 2.908 ഇൻറ്റു 10⁻⁻4 റേഡിയൻസ് എന്ന് കിട്ടും. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി. 1 മിനിറ്റിന് നമ്മൾ ഇത്ര റേഡിയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. 2.908 ഇൻറ്റു 10⁻⁻4 റേഡിയൻസ്. അതിനെ മാർക്ക് ചെയ്യുക ഇക്വേഷൻ 4 ആയിട്ട്. നെക്സ്റ്റ് തേർഡ് പാർട്ട്. തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കാൽക്കുലേറ്റ് ദി ആംഗിൾ ഓഫ് 1 സെക്കൻഡ്. 1 സെക്കൻഡിന് നമുക്ക് റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. സി പാർട്ട്. നമുക്കറിയാം 1 മിനിറ്റിൽ 60 സെക്കൻഡ്സ് ഉണ്ട്. 1 മിനിറ്റിൽ 60 സെക്കൻഡ്സ് ഉണ്ട്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിന് നമ്മൾ ഇക്വേഷൻ 5 ആയിട്ട് നോട്ട് ചെയ്തേക്കുക. ഇക്വേഷൻ 4ൽ, കഴിഞ്ഞ ഇക്വേഷനിൽ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? ഇക്വേഷൻ 4ൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2.908 ഇൻറ്റു 10⁻⁻4 റേഡിയൻസ്. അത് നമ്മളിവിടെ നോട്ട് ചെയ്യുക. ഇക്വേഷൻ 4ന്ന് 1 മിനിറ്റ് ഈക്വൽ ടു 2.908 ഇൻറ്റു 10⁻⁻4 റേഡിയൻസ്. ഇനി ഇക്വേഷൻ 5ഉം ഇക്വേഷൻ 6ഉം നോക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുക. ഈ ഇക്വേഷൻ 5ൻ്റെ 1 മിനിറ്റ്. ഇക്വേഷൻ 6ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുക, 1 മിനിറ്റ്. ഇപ്പോൾ രണ്ടും സെയിം ആണ്. അപ്പം നമുക്ക് എന്ത് ഇംപ്ലൈ ചെയ്യാൻ പറ്റും? റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഇക്വേഷൻ 5 ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഇക്വേഷൻ 6. അതായത് from equation 5 and 6 we have 60 minutes. The equation 5ൻ്റെ right hand side is equal to equation 6ൻ്റെ right hand side. 2.908 into 10⁻⁻4 radians. ഇനി നമുക്ക് ഇത് കിട്ടി. 60 സെക്കൻഡ്സ് ഇത്രയാണ്. അപ്പോൾ 1 സെക്കൻഡ് എത്രയായിരിക്കും? 2.908 into 10⁻⁻4 divided by 60 radians. അത് നമുക്ക് കിട്ടുന്നത് 4.85 into 10⁻⁻6 radians. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 4.85 into 10⁻⁻6 radians. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ മാൻ വിഷസ് ടു എസ്റ്റിമേറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് എ നിയർ ബൈ ടവർ ഫ്രം ഹിം. ഹി സ്റ്റാൻഡ്സ് അറ്റ് എ പോയിന്റ് ക്യാപിറ്റൽ എ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടവർ സി. അതായത് ഒരാൾക്ക് ഒരു ടവറിൻ്റെ ഡിസ്റ്റൻസ് കാണണം. ഹി സ്റ്റാൻഡ്സ് അറ്റ് എ പോയിന്റ് എ. ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് പോയിന്റ് എയിൽ. ഇൻ ഫ്രണ്ട് ഓഫ് ദ ടവർ സി. ടവർ സി ആണ്. ഇതൊരു ടവറാണ്. എ സി ടവറാണ്. ആളെവിടെയാണ് നിൽക്കുന്നത്? എയിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നിട്ട് ആൻഡ് സ്പോട്ട്സ് എ വെരി ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ഓ ഇൻ ലൈൻ വിത്ത് എ സി. ഇയാൾ ഇവിടെ നിന്നിട്ട് ദൂരെ ഒരു ഒബ്ജക്റ്റ് കാണുന്നു, ക്യാപിറ്റൽ ഒ. അത് എ സിൻ്റെ അതേ ലൈനിലാണ്, ഇൻ ലൈൻ വിത്ത് എ സി എന്നാണ് പറയുന്നത്. അപ്പോൾ എ സി ഇതാണ്. എ സിൻ്റെ അതേ ലൈനിൽ ദൂരെ ഒരു ഒബ്ജക്റ്റ് ഒ എന്ന ഒബ്ജക്റ്റ് കാണുന്നു ഇവിടെ നിൽക്കുന്ന പേഴ്സൺ. ഹി ദെൻ വാക്സ് പെർപെൻഡിക്കുലർ ടു എ സി അപ് ടു ബി. എ സിന് പെർപെൻഡിക്കുലറായിട്ട് ഈ പേഴ്സൺ വാക്ക് ചെയ്യുന്നു ബി വരെ.
എ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റേഴ്സ്. അപ്പോൾ 100 മീറ്റേഴ്സ് പേഴ്സൺ എയിൽ നിൽക്കുന്ന പേഴ്സൺ ബിയിലേക്ക് 100 മീറ്റേഴ്സ് പെർപെൻഡിക്കുലറായിട്ട് വാക്ക് ചെയ്യുന്നു. ആൻഡ് ലുക്സ് അറ്റ് ഒ ആൻഡ് സി അഗെയിൻ. എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഒയിലേക്കും നോക്കുന്നു, സിയിലേക്കും വീണ്ടും നോക്കുന്നു. ഒ വളരെ വളരെ ദൂരെയാണ്, ദൂരെ ഒരു പോയിൻ്റാണ്, ഒരു ഒബ്ജക്റ്റാണ്. Since O is very distant, the direction BO is practically the same as AO. BO, AO almost same ആണ്. O വളരെ വളരെ ദൂരെയാണ് ബിയിൽ നിന്ന്. അതുകൊണ്ട് ഈ BO ഉള്ള ഡിസ്റ്റൻസും AO എന്നുള്ള ഡിസ്റ്റൻസും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. പക്ഷേ ഇവിടെ നിന്ന് അയാൾ നോക്കുമ്പോൾ അയാൾക്ക് എന്താ മനസ്സിലാവുന്നത്? He finds the line of sight of C shifted from the original line of sight by an angle theta. അതായത് ഇവിടെ നിന്നിട്ട് ഈ പേഴ്സൺ ഇവിടുന്ന് പെർപെൻഡിക്കുലറായിട്ട് നടന്നു, 100 മീറ്റർ നടന്നിട്ട് പോയിന്റ് ബിയിലെത്തി. എന്നിട്ട് ബിയിൽ നിന്ന് സി എന്ന പോയിന്റ് നോക്കുകയാണ്, ഒ എന്ന പോയിന്റും നോക്കുകയാണ്. അപ്പോൾ ഇയാൾ ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ ഇയാൾക്ക് മനസ്സിലാവുന്നത് ഈ സി എന്ന പോയിന്റ് നേരത്തെ എയിൽ നിന്ന് നോക്കിയപ്പം കുറച്ച് മാറിയിട്ടുണ്ട്. എന്താണ് മാറ്റം വന്നത്? സി എന്ന പോയിന്റ് കുറച്ചൊരു തീറ്റ ഡിഗ്രീസ് മാറ്റം വന്നിട്ടുണ്ട്. ബിയിൽ നിന്ന് നോക്കുമ്പം തീറ്റ ഡിഗ്രി സി എന്ന പോയിന്റ് സ്ഥലത്തുനിന്ന് ഷിഫ്റ്റ് ചെയ്ത പോലെ അയാൾക്ക് തോന്നുന്നു. അതായത് ആദ്യം ഇയാൾ എ എന്ന പോയിന്റിലായിരുന്നു, അവിടുന്ന് സി നോക്കി, പിന്നെ ബി എന്ന പോയിന്റിൽ നിന്നും സി നോക്കി. അപ്പോൾ ഇയാൾക്ക് തോന്നുകയാണ് സി എന്ന പോയിന്റ് ഒരു തീറ്റ ഡിഗ്രീസ് മാറിയിട്ടുണ്ട് എന്ന്, ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അയാൾക്കൊരു തോന്നി. ഈ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇതിപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരേ പോയിന്റ് നമ്മൾ രണ്ട് അടുത്തടുത്തുള്ള പോയിന്റ്സിൽ നിന്ന് നോക്കുകയാണ്, രണ്ട് ഡിഫറെൻറ്റ് പോയിന്റ്സിൽ നിന്ന് ഒരു പോയിന്റ് നമ്മൾ നോക്കുകയാണ്. ഇതാണ് പാരലാക്സ് മെത്തേഡ്. അപ്പോൾ നമുക്ക് തോന്നും ഒരു തീറ്റ ഡിഗ്രീസ് ഷിഫ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നും. ഈ ആംഗിളിനെയാണ് നമ്മൾ പാരലാക്റ്റിക് ആംഗിൾ അല്ലെങ്കിൽ പാരലാക്സ് ആംഗിൾ എന്ന് പറയുന്നത്. ഇത് പാരലാക്സ് മെത്തേഡാണ്. ഇനി ഇതിൽ എന്താണ് പ്രോബ്ലം? എസ്റ്റിമേറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ടവർ സി ഫ്രം ഹിസ് ഒറിജിനൽ പൊസിഷൻ എ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ടവറിൻ്റെ നീട്ടം എത്ര വലുപ്പമുണ്ട് ഈ ടവറിന് ഫ്രം ദ പോയിന്റ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായത്? ഒരാളിവിടെ നിൽക്കുന്നുണ്ട് പോയിന്റ് എയിൽ, അയാൾ സി എന്ന ടവർ നോക്കുന്നു. അയാൾ ദൂരെ ഒരു ഒബ്ജക്റ്റ് ഓ ഇവിടെ നിന്ന് കാണുന്നുണ്ട് ഇൻ ലൈൻ വിത്ത് എ സി. എന്നിട്ട് അയാൾ കുറച്ച് ദൂരം നടക്കുന്നു, പെർപെൻഡിക്കുലറായിട്ട് നടക്കുന്നു. ബി എന്ന പോയിന്റിൽ സെയിം പോയിന്റ് സി നോക്കുന്നു. രണ്ട് പോയിന്റ്സിൽ നിന്നും സി എന്ന പോയിന്റ് നോക്കുമ്പോൾ ഇയാൾക്ക് തോന്നുകയാണ് സി ഒരു തീറ്റ ഡിഗ്രീസ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് പാരലാക്സ് മെത്തേഡ്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എ സിൻ്റെ ഹൈറ്റ് ഓഫ് ദ ടവറാണ്. ഫ്രം ദ പോയിന്റ് എ കണ്ടുപിടിക്കണം. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് ACB. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇയാൾ നടക്കുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണെന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തീറ്റ, ഇത് തീറ്റ ആണെങ്കിൽ നമുക്ക് മാത്സിൽ നിന്ന് നമ്മളെ ഫോർമുലയിൽ നമുക്കറിയാം ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇത് നമ്മളെ ട്രിഗണോമെട്രിയിലുള്ള ബേസിക് ആയിട്ടുള്ള ഫോർമുലയാണ്. ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞത് 40 ഡിഗ്രി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ടാൻ 40 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, തീറ്റൻ്റെ ഓപ്പോസിറ്റ് ഏതാ സൈഡ്? എ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അഡ്ജസൻറ്റ് സൈഡ് തീറ്റൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് AC ആണ്. BC ഹൈപ്പോട്ടിന്യൂസ് ആണ്, AB ഓപ്പോസിറ്റ് സൈഡാണ്, AC അഡ്ജസൻറ്റ് സൈഡാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നു AB ബൈ AC. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാണ്. ടാൻ 40 ഡിഗ്രീസ് ഈസ് ഈക്വൽ ടു AB എന്ന് പറഞ്ഞാൽ 100 ആണ്, AC. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് AC പുറത്തേക്ക് എടുക്കാം. AC ടാൻ 40 ഈക്വൽ ടു 100, AC പുറത്തേക്ക് എടുക്കാം. എന്താണ്? 100 ഡിവൈഡഡ് ബൈ ടാൻ 40. അതായത് 100 ഡിവൈഡഡ് ബൈ ടാൻ 40ൻ്റെ വാല്യൂ ടേബിൾസ് നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 0.8391 ഈക്വൽ ടു 119 മീറ്റേഴ്സ്. ഇവിടെ ജസ്റ്റ് ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. ഇവിടെ ബേസിക് ആയിട്ട് ഫോർമുല യൂസ് ചെയ്യുന്നത് ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് AC പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ടാൻ 40ൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The moon is observed from two diametrically opposite points A and B on Earth. മൂണാണ് ഇവിടെ
ഇത് എർത്താണ്, ഇത് മൂണാണ്, ഇത് എർത്താണ്. എർത്തിൻ്റെ ഒരു ഡയമീറ്ററാണ് എ ബി. എർത്തിൻ്റെ ഡയമീറ്ററാണ് എ ബി. എയിൽ നിന്നും ബിയിൽ നിന്നും 2 അറ്റങ്ങളിൽ നിന്നും നമ്മൾ മൂണിനെ വാച്ച് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. The moon is observed from 2 diametrically opposite points A and B on Earth. The angles theta subtended at the moon by the 2 directions of observations is 1 degree 54 minutes. അതായത് ഭൂമിൻ്റെ ഡയമീറ്ററിൻ്റെ 2 അറ്റങ്ങളിൽ നിന്നും മൂൺ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആംഗിളാണ് തീറ്റ. തീറ്റ ഇവിടെ തന്നിട്ടുണ്ട് 1 degree 54 minutes. Given the diameter of the earth to be 1.276 into 10 to the power of 7 meters, compute the distance of the moon from the earth. അപ്പോൾ ഇത് തീറ്റ തന്നിട്ടുണ്ട്, ഡയമീറ്റർ ഓഫ് ദ എർത്ത് ആണ് ബി, അതും തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, തീറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ ഡി ഡിസ്റ്റൻസ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഡിസ്റ്റൻസ് ഓഫ് ദ മൂൺ ഫ്രം ദ എർത്ത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരു സർക്കിൾ, ഇതിപ്പോൾ ഒരു വലിയൊരു സർക്കിൾ ആയിരുന്നെങ്കിൽ, ഇതൊരു സർക്കിൾ, ഇങ്ങനെ ഒരു സർക്കിൾ ആയിരുന്നെങ്കിൽ എന്താണ്, ഇത് സർക്കിളിൻ്റെ റേഡിയസ് ആയി മാറും. ഇത് വലിയൊരു സർക്കിൾ ആയിരുന്നെങ്കിൽ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ഡി. തീറ്റ അറ്റ് ദ സെൻറ്റർ, ഇത് സെൻറ്റർ ആവും, ഇത് ആർക്കാവും. ആർക്ക് ലെങ്ത്തും ഡയമീറ്ററും ഓൾമോസ്റ്റ് ഒരേ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഫോർമുല യൂസ് ചെയ്യുന്നു, ആർക്ക് ലെങ്ത് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു തീറ്റ. ആ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഈ ഫോർമുല നമുക്ക് കിട്ടും, ക്യാപിറ്റൽ ഡി ഈക്വൽ ടു ബി ബൈ തീറ്റ. ഇത് നമ്മൾ നേരത്തെ സ്ലൈഡിൽ ഡെറൈവ് ചെയ്തതാണ്. ഫസ്റ്റ് സ്ലൈഡ് ഇവിടെ ആർക്ക് ലെങ്ത് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു തീറ്റ. ഇവിടെ തീറ്റേൻ്റെ പകരം ഇവിടെ ആൽഫയാണ് യൂസ് ചെയ്തത്. ഈ ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ക്യാപിറ്റൽ ഡി ഈക്വൽ ടു ബി സ്മോൾ ബി ഡിവൈഡഡ് ബൈ തീറ്റ. ഈ ഫോർമുല നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദ മൂൺ ഫ്രം ദ എർത്ത് ഈസ് ഈക്വൽ ടു സ്മോൾ ബി. സ്മോൾ ബി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി എർത്ത്, ഡയമീറ്റർ ഓഫ് ദി എർത്താണ്. തീറ്റ ഈസ് ഇൻ റേഡിയൻസ്. ഇവിടെ തീറ്റ 1 degree 54 minutes ആണ്. അപ്പോൾ ഈ മിനിറ്റ്സിനെ നമുക്ക് റേഡിയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. 1 degree 54 minutesനെ നമുക്ക് റേഡിയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാം? കൺവേർട്ട് ചെയ്യുന്ന ഫോർമുല നമുക്കറിയാം, 360 degrees ഈക്വൽ ടു 2π റേഡിയൻസ്. അപ്പോൾ 1 degree 2π is equal to 2π by 360 radians, that is equal to pi by 180 radians, that is equal to 0.01745 meters. പിന്നെ നമുക്കറിയാം 1 degree ഈക്വൽ ടു 60 minutes ആണ്. ഈക്വൽ ടു ഇപ്പോൾ കിട്ടിയ വാല്യൂ 1.745 into 10 to the power of -2 radians. ഇതിനെ ഞാൻ പവറാക്കിയിട്ട് ഇവിടെ എഴുതിയെന്നുള്ളൂ. ഇതിവിടെ റേഡിയൻസ് ആണ്, മീറ്റർ അല്ല, റേഡിയൻസ്. അപ്പോൾ 1 degree 60 minutes ആണ് നമുക്കറിയാം, ഇസ് ഈക്വൽ ടു ഇപ്പോൾ കിട്ടിയ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 60 minutes ഇത്രയാണ്. അപ്പോൾ 1 minute എത്രയായിരിക്കും? ദിസ് വാല്യൂ, ഇവിടെ കിട്ടിയ വാല്യൂ ഡിവൈഡഡ് ബൈ 60. അത് നമുക്ക് കിട്ടുന്നത് 2.908 into 10 to the power of -4 radians. 1 minute എത്രയാണ്? അപ്പോൾ 54 minutes എത്രയായിരിക്കും? ഇൻറ്റു ഈ വാല്യൂ ഇൻറ്റു 54. അതായത് 54 minutes ഈക്വൽ ടു 2.908 ഇൻറ്റു 10 to the power of -4 ഇൻറ്റു 54 radians. അത് നമുക്ക് കിട്ടുന്നത് 1.57 ഇൻറ്റു 10 to the power of -2 radians. അപ്പോൾ ഇപ്പം നമ്മൾ എന്താണ് ഇവിടെ ചെയ്തത്? 1 degree എന്ന് പറഞ്ഞാൽ ഇത്ര റേഡിയൻസ് ആണ്. അപ്പോൾ 1 degree 54 minutesയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 1 degreeൻ്റെ വാല്യൂ ഇത്ര റേഡിയൻസ്. പിന്നെ 54 minutesനെ ഞാൻ കൺവേർട്ട് ചെയ്തു റേഡിയൻസ് ആയിട്ട്. 54 minutesനെ ഞാൻ റേഡിയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതാണ് ഈ വാല്യൂ 0.0157 റേഡിയൻസ്. 1 degreeൻ്റെ റേഡിയൻസ് വാല്യൂ പ്ലസ് 54 minutesൻ്റെ റേഡിയൻസിലായിട്ട് കൺവേർട്ട് ചെയ്ത് രണ്ടും കൂടി ആഡ് ചെയ്തു. ഇവിടെ 1 degree പ്ലസ് 1 degree 54 minutes ആണ്. ഈ മിനിറ്റ്സിന് എനിക്ക് റേഡിയൻസിൽ കൺവേർട്ട് ചെയ്തു. അതാണ് ഈ വാല്യൂ. ഡിഗ്രീനെ ഞാൻ റേഡിയൻസിൽ കൺവേർട്ട് ചെയ്തു. അതാണ് ഈ വാല്യൂ. അത് രണ്ടും ആഡ് ചെയ്യുക, അതായത് രണ്ടും കൂടി കൂടിയതാണ്. 1 degree പ്ലസ് 54 minutes ആണിത്.
അതിവിടെ ആഡ് ചെയ്തു. എനിക്ക് കിട്ടിയ വാല്യൂ ഇതാണ് 3.32. അപ്പോൾ 1 ഡിഗ്രി 54 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്ര റേഡിയൻസ് ആണ്. ഇനി നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യാപിറ്റൽ ഡി ഈക്വൽ ടു സ്മോൾ ബി ഡിവൈഡഡ് ബൈ തീറ്റ. സ്മോൾ ബി ഡയമീറ്റർ ഓഫ് ദ എർത്ത് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സ്മോൾ ബി തന്നിട്ടുണ്ട് ഡയമീറ്റർ ഓഫ് ദ എർത്ത് to be 1.276 into 10 to the power of 7 diameter of the earth. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. തീറ്റയാണ് നമ്മളിപ്പോൾ റേഡിയൻസിൽ കണ്ടുപിടിച്ചത്. ആ തീറ്റൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 3.84 into 10 to the power of 8 meters. ക്യാപിറ്റൽ ഡി നമുക്കിവിടെ കിട്ടും. ഇതാണ് ക്യാപിറ്റൽ ഡി കണ്ടുപിടിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്ത ഫോർമുല ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു ബി ബൈ തീറ്റ. സ്മോൾ ബി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി എർത്ത് ആണ്. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദി മൂൺ ഫ്രം ദി എർത്ത്. Next question. The sun's angular diameter is measured to be 1920 seconds. ആംഗുലാർ ഡയമീറ്റർ സണ്ണിൻ്റെ 19, അതായത് തീറ്റ. സണ്ണിൻ്റെ ഒരു ഡയമീറ്റർ നമ്മൾ ഒബ്സർവ് ചെയ്താൽ ഡയമീറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് അറ്റത്ത് നിന്ന് ഒരു പോയിന്റിൽ ഭൂമിയിലേക്ക് ഒരു പോയിന്റിലേക്ക് നമുക്ക് തീറ്റ ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുന്നതാണ് ആംഗുലാർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയമീറ്റർ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ അത് 1920 സെക്കൻഡ്സ് ആണ്. ദ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി ഓഫ് ദ സൺ ഫ്രം ദ എർത്ത് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഡി തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സണ്ണിൻ്റെ ഡയമീറ്റർ ഇത് കണ്ടുപിടിക്കണം. സെയിം ഫോർമുല നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ആൽഫ ഇസ് ഈക്വൽ ടു സ്മോൾ ഡി ബൈ ക്യാപിറ്റൽ ഡി. സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ സൺ. സ്മോൾ ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സൺ. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദ സൺ ഫ്രം ദി എർത്ത്. ഇപ്പോൾ സ്മോൾ ഡി ഈ ഇക്വേഷനിൽ നിന്ന് സ്മോൾ ഡി പുറത്തേക്ക് എടുത്താൽ ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ഇൻറ്റു ആൽഫ. ക്യാപിറ്റൽ ഡി തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഓഫ് ദ സൺ ഫ്രം ദ എർത്ത് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഡി തന്നിട്ടുണ്ട് 1.496 into 10 to the power of 11 ആണ്. ഇനി ഈ 1920 സെക്കൻഡ്സ് ആണ് തീറ്റ തന്നിട്ടുള്ളത്. ഇതിനെ റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇത്ര റേഡിയൻസ് ആണ്. നമ്മൾ പ്രോബ്ലം നമ്പർ 1 എന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 1 സെക്കൻഡ്. 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 4.85 into 10 to the power of -6 റേഡിയൻസ് ആണ്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിവിടെ യൂസ് ചെയ്യാണ്. 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 4.85 into 10 to the power of -6 റേഡിയൻസ്. അപ്പോൾ 1920 സെക്കൻഡ്സ് എത്രയായിരിക്കും? 4.85 into 10 to the power of -6 into 1920. അത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 9.31 into 10 to the power of -3 റേഡിയൻസ്. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഇപ്പം എന്താ ചെയ്തത്? 1920 സെക്കൻഡ്സിന് ഇത്ര റേഡിയൻസ് ആക്കി കൺവേർട്ട് ചെയ്തു. നമ്മളെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സ്മോൾ ഡി അതായത് ഡയമീറ്റർ ഓഫ് ദ സൺ ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ഇൻറ്റു ആൽഫ. അതാണ് ഫോർമുല. അതായത് ഈ ഫോർമുലയിൽ നിന്ന് കിട്ടിയതാണ്. ക്യാപിറ്റൽ ഡി എന്താ തന്നിട്ടുണ്ട്? ഡിസ്റ്റൻസ് ഓഫ് ദ സൺ ഫ്രം ദ എർത്ത് ആണ്. അത് തന്നിട്ടുണ്ട് 1.496 into 10 to the power of 11 ഇൻറ്റു ഈ സെക്കൻഡ്സ് ആൽഫ റേഡിയൻസിൽ കിട്ടിയ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. രണ്ടും കാൽക്കുലേറ്റ് ചെയ്താൽ ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1.39 into 10 to the power of 9 meters. താങ്ക് യു ഫോർ വാച്ചിങ്. പാർട്ട് 3 ഉടനെ വരുന്നതായിരിക്കും. Please subscribe and like this channel for further videos. Thank you.